ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ. കർത്താവേ എനിക്ക് സ്തോത്രം അപ്പാ. യേശുവേ ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രക്തത്താൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, 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 മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ അങ്ങേക്ക് സ്തോത്രം അപ്പാ, അങ്ങേക്ക് സ്തോത്രം അപ്പാ, അങ്ങേക്ക് സ്തോത്രം അപ്പാ. പ്രൈസ് ടു ജീസസ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലി FB പേജിൽ കർത്താവിൻ്റെ തിരുവചനം ഘോഷിപ്പാനായി ദൈവമായ കർത്താവ് അടിയനൊരുക്കി തന്ന നല്ല സമയത്തെയും നല്ല ഒരു സന്ദർഭത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു നല്ല സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ആയിരിക്കുന്ന സ്ഥാനത്ത് ഒരുപോലെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്നത്തെ ഒരല്പ നിമിഷത്തെ ചിന്തയ്ക്ക് വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു തമിഴ് ഗാനത്തിന്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് യാവർക്കും தெரிந்த ஒரு தமிழ் பாடல் ஒன்று நான் பாட இருக்கிறேன். நீங்களும் என்னோடு சேர்ந்து தேவனை மகிமைப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். Praise the Lord. Hallelujah. உம்மை விட்ட யாரும் இல்லை ஏசையா, உம்மை விட யாரும் இல்லை ஏசையா, உம்மை விட்ட யாரும் இல்லை ஏசையா, உம்மை விட யாரும் இல்லை ஏசையா. நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும், நீங்க போதும், நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும், நீங்க போதும், நீங்க போதும் எனக்கு. உம்மை விட்டு யாரும் இல்லை ஏசையா, உம்மை விட யாரும் இல்லை ஏசையா, உம்மை விட்ட யாரும் இல்லை ஏசையா, உம்மை விட யாரும் இல்லை ஏசையா. பார்வோனின் சேனை என்னை பின்தொடர்ந்தாலும், செங்கடலின் வழியை தடுத்து விட்டாலும், பாதையுண்டு பண்ணும் தேவன் நீர் இருக்க, கனாவின் பயணத்துக்கு தடையில்லையே. புல்லுள்ள இடங்களில் மேய்த்திடும் நீரே, நன்மையும் கிருபையும் தொடர செய்தீரே. புல்லுள்ள இடங்களில் மேய்த்திடும் நீரே, நன்மையும் கிருபையும் தொடர செய்தீரே. நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும், நீங்க போதும், நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும், நீங்க போதும், நீங்க போதும் எனக்கு. உம்மை விட்ட யாரும் இல்லை ஏசையா, உம்மை விட யாரும் இல்லை ஏசையா, உம்மை விட்ட யாரும் இல்லை ஏசையா, உம்மை விட யாரும் இல்லை ஏசையா.
അബ്രാമിൻ ദേവനും നീർത്താനയ്യാ, ഇസാക്കിൻ ദേവനും നീർത്താനയ്യാ, യാക്കോബിൻ ദേവനും നീർത്താനയ്യാ, എന്നുடைய தெய்வமும் நீர்த்தானையா, என்னுடைய உழைப்பை அவர் பறித்து கொண்டாலும் என் தலை உயர்த்துபவர் நீர்த்தானையா, என்னுடைய உழைப்பை அவர் பறித்து கொண்டாலும் என் தலை உயர்த்துபவர் நீர்த்தானையா. நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும், நீங்க போதும், நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும், நீங்க போதும், நீங்க போதும் எனக்கு. உம்மை விட்டு யாரும் இல்லை ஏசையா, உம்மை விட யாரும் இல்லை ஏசையா, உம்மை விட யாரும் இல்லை ஏசையா, உம்மை விட யாரும் இல்லை ஏசையா. പ്രിയമുള്ള ദൈവമക്കളെ, അതിന്റെ കടശി ചരണം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പോരാകിൻ മനിതരനെ എതിർത്തു വന്നാലും എൻ ജനം എനക്കെതിരായി മുറുമുറുത്താലും നേസിക്കും സഭയും എന്നെ വെറുത്തു വിട്ടാലും நேசிக்க நீ இருக்க கவலையில்லையே, என் கோலை துளிர்க்க செய்யும் தெய்வம் நீரே, அழைத்தவர் தலகுனிய விடுவதில்லையே, என் கோலை துளிர்க்க செய்யும் தெய்வம் நீரே, அழைத்தவர் தலகுனிய விடுவதில்லையே. நீங்க போதும் எனக்கு, நீங்க പോതും എനിക്ക്. എല്ലാവരും എന്നോട് ചേർന്ന് കർത്താവേ നീ മതിയപ്പ, എന്റെ ജീവിതത്തിനകത്ത് എന്റെ അപ്പ അങ്ങ് മതി. ഹല്ലേലൂയ. എന്നോട് ചേർന്നൊന്ന് പാടി ദൈവത്തെ നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നീങ്ക പോതും എനിക്ക്, നീങ്ക പോതും എനിക്ക്, നീങ്ക പോതും, നീങ്ക പോതും, നീങ്ക പോതും എനിക്ക്, നീങ്ക പോതും எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும், நீங்க போதும், நீங்க போதுം எனக்கு. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരും ഇരിക്കുന്ന ഇടത്ത് ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പ ഈ സന്ധ്യയുടെ യാമത്തിലെ വചനവുമായി കർത്താവേ അടിയൻ കടന്നു വരുന്ന വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും അങ്ങയുടെ പൊന്നു പാദപീഠത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വേദനയോടെ, ദുഃഖത്തോടെ, നിരാശയോടെ കൂടെ ആരെങ്കിലും വചനത്തിന് മുൻപിലായിരിക്കുന്നു എങ്കിൽ അപ്പച്ച, ഇന്നത്തെ വചനം അവർക്കുള്ളതായി മാറണം, അവർക്കൊരു അനുഗ്രഹമായി മാറണം, അവർക്ക് വിടുതലായി മാറണം, ആശ്വാസമായി മാറണം, അവർക്കൊരു സമാധാനമായി മാറണം. കർത്താവേ, ദൈവപ്രവൃത്തിക്കായി ഏൽപ്പിക്കുന്നു. അവിടുത്തെ രക്തത്താൽ എല്ലാവരെയും അപ്പച്ചൻ കഴുകി മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കണം. കൃപയാൽ അപ്പച്ചൻ നിറയ്ക്കണമേ, സകല നന്മകളെ കൊണ്ട് നിറയ്ക്കണം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, പ്രത്യേകിച്ച് എൻ്റെ റോസ് ഫാമിലി അഡ്മിന്മാർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ റോസ് ഫാമിലിയുടെ പ്രയർ ഗ്രൂപ്പിലും പ്രാർത്ഥനാ ഗ്രൂപ്പിലും FB പേജിലുമുള്ള എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഒരുപാട് നാളായി റോസ് ഫാമിലിയുടെ FB പേജിൽ തിരുവചനമായി വന്നിട്ട് അനേകർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സുവിശേഷം പറയുവാൻ ഉള്ള സന്ദർഭങ്ങളെ ഞാൻ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നുകൂടി എൻ്റെ സഹോദരങ്ങളൊക്കെ എന്നെ മറന്നു കാണാം.
എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരു ലൈവ് നിങ്ങളുടെ മുൻപിൽ വരണം, നിങ്ങളെല്ലാവരെയും ഒന്ന് കാണുകയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ചിന്താഭാരമായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ലൈവിന് വേണ്ടി ഞാൻ കടന്നു വന്നത്. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ നിങ്ങളായിരിക്കുക. ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ഒരുപോലെ ആയിരിക്കുന്ന സ്ഥാനത്ത് അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രതിഫലമുണ്ട് നിശ്ചയം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എല്ലാവർക്കും പ്രതിഫലം ആവശ്യമാണ്. നാം എല്ലാവരും പ്രതിഫലത്തിന് വേണ്ടി തന്നെയാ അല്ലേ? കർത്താവിൽ നിന്ന് വലിയ പ്രതിഫലം പ്രതീക്ഷിച്ചാണ് നമ്മുടെ ഈ വിശ്വാസ യാത്ര നാം മുൻപോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. അതുകൊണ്ട് എല്ലാവരും പ്രതിഫലം ആഗ്രഹിക്കുന്നത് നല്ലത് തന്നെയാണ്. അത് ഒരിക്കലും അത് കെടുതലല്ല, നല്ലൊരു വിഷയമാണ്. എന്താണ് ഒരു ദൈവ പൈതലിന് ഉള്ള പ്രതിഫലത്തെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ചില വാക്യങ്ങൾ വായിച്ചുകൊണ്ട് തന്നെ വചന ധ്യാനത്തിലേക്ക് കിടക്കാം. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കാം. ഞാൻ നിനക്ക് എന്ത് തരണം എന്ന് അവൻ ചോദിച്ചതിന് യാക്കോബ് പറഞ്ഞത്, നീ ഒന്നും തരണ്ട, നീ ഒന്നും തരണ്ട. എന്റെ 33-ാമത്തെ വാക്യം, അത് എന്റെ പ്രതിഫലമായിരിക്കട്ടെ. പ്രിയരെ, യാക്കോബ് തന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ അടുക്കൽ പറയുന്ന ഒരു കാര്യമാണിത്. നീ എനിക്ക് ഒന്നും തരേണ്ട, നീ എനിക്ക് ഒന്നും തരേണ്ട. പ്രിയരെ, ജോസഫ് ജനിക്കും മുൻപേ കണക്ക് പറഞ്ഞ ലാബാന്റെ അടുക്കൽ തന്റെ ശമ്പളത്തിന് വേണ്ടി നിൽക്കുകയാണ് യാക്കോബ്. എന്നാൽ ജോസഫ് ജനിച്ചു കഴിഞ്ഞപ്പോൾ താൻ പറയുന്നു, എനിക്ക് എന്റെ അപ്പന്റെ വീട്ടിലേക്ക് പോകണം, എനിക്ക് എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് പോകണം. പ്രിയ ദൈവമക്കളെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശു ജനിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, അവൻ അതായത് യേശു ജനിച്ചാൽ പിന്നെ അവൻ ലോകത്തെ നോക്കി ധൈര്യത്തോടെ അവന് പറയുവാൻ കഴിയും, എനിക്ക് ഒന്നും തരണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എനിക്ക് ഒന്നും തരേണ്ട എന്ന്. നമുക്കറിയാം, ഷാമീർ താഴ്വരയിൽ അബ്രഹാം മൽക്കിസദക്കിന്റെ അനുഗ്രഹം വാങ്ങി മടങ്ങുമ്പോൾ സോദോം രാജാവായ പേര അബ്രഹാമിനോട്, ഞാൻ നിനക്ക് സമ്പത്ത് തരാം, നിന്റെ ആളുകളെ എനിക്ക് തരണമെന്ന് പറയുകയാണ്. പ്രിയ ദൈവ പൈതലെ, സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ ആളുകൾ നഷ്ടമാകുമെന്ന് തിരിച്ചറിഞ്ഞ അബ്രഹാം പേരയോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നീ എനിക്ക് ഒന്നും തരേണ്ട. എന്താ പറഞ്ഞത്? നീ എനിക്ക് ഒന്നും തരേണ്ട. പ്രിയ ദൈവ പൈതലെ, ചെരുപ്പിന്റെ വാറോ ചരുടോ പോലും നീ എനിക്ക് തരണ്ട എന്ന് തന്നെ വ്യക്തമായി പറയുകയാണ്. അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്താണെന്ന് അറിയാമോ? ദൈവമേ, നീ എനിക്ക് എന്ത് തരും? പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ദൈവത്തോട് ചോദിച്ചത്, ദൈവമേ, അങ്ങ് എനിക്ക് എന്ത് തരും? എന്നാൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, അബ്രഹാം, നീ എന്ത് കാണുന്നു? ദൈവം അബ്രഹാമിനോട് ചോദിക്കാം, അബ്രഹാം, നീ എന്ത് കാണുന്നു? അബ്രഹാം പറഞ്ഞു, എന്റെ ചുറ്റുപാട് ഞാൻ ഒന്നും തന്നെ കാണുന്നില്ല എന്ന് ദൈവത്തോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? അബ്രഹാം, നീ ആകാശത്തേക്ക് നോക്ക്. പ്രൈസ് ദി ലോർഡ്. എണ്ണമറ്റ ജ്വലിക്കുന്ന നക്ഷത്രങ്ങളെ നോക്ക്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ നിനക്ക് സന്തതി ഉണ്ടാകും എന്ന ഞാൻ സന്തതി ഉണ്ടാകുമെന്ന ദൈവം അബ്രഹാമിനോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി യേശു എല്ലാ നാമത്തിനും മേലായ നാമം ധരിച്ച്,
ഹല്ലേലൂയ. ഏറ്റവും ഉയർത്തപ്പെട്ടവനായി, ആമേൻ, സകലരാലും ആരാധ്യനായി സ്വർഗത്തിൽ വസിക്കുന്നു എന്ന പ്രിയ ദൈവ പൈതലേ, നമുക്കറിയാം യാക്കോബ് ലാബാനോട് പറഞ്ഞു, നീ എനിക്ക് ഒന്നും തരണ്ട. എന്താ പറഞ്ഞത്? നീ എനിക്കൊന്നും തരണ്ട. പ്രിയരെ, ഇങ്ങനെ പറയണമെങ്കിൽ യാക്കോബിന് ഒരു ഉറപ്പുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? എന്റെ പ്രതിഫലം നോക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. എന്റെ പ്രതിഫലം നോക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ എനിക്ക് പ്രതിഫലം നിശ്ചയമാണ്. ഇന്ന് ഈ ഓൺലൈൻ മാധ്യമത്തിലായിരിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമുക്കും ഒരു പ്രതീക്ഷയുണ്ട്, നമുക്കും ഒരു പ്രത്യാശയുണ്ട്. നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. എത്ര പേർ ആമേൻ പറഞ്ഞ് അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരേ, യാക്കോബിന് ഒരു പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്താണത്? ആ ദിവസത്തിൽ ഹല്ലേലൂയ ഞാൻ, അതായത് താൻ നീതിമാനായിരിക്കുമെന്ന് താൻ ഉറച്ചിരുന്നു. ദൈവം പ്രതിഫലം കൊടുക്കുന്ന ആ ദിവസത്തിൽ താൻ നീതിമാനായി തീരുമെന്ന് തനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. നമുക്കറിയാം 10 പ്രാവശ്യം അവന്റെ പ്രതിഫലത്തെ ലാബാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഹല്ലേലൂയ, മാറ്റിക്കളഞ്ഞു. മാറ്റുമ്പോൾ യാക്കോബിന്റെ വിശ്വാസവും ഉറപ്പും എല്ലാം തനിക്ക് പ്രതിഫലം ലഭിക്കും, ആ ദിവസം താൻ നീതിമാനായിരിക്കും എന്ന് തന്നെയായിരുന്നു. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, മനുഷ്യൻ നിന്റെ പ്രതിഫലം മാറ്റുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ പ്രതിഫലങ്ങളെ തടഞ്ഞു നിർത്തുമ്പോൾ, യാക്കോബിനെ പോലെ വിളിച്ചു പറഞ്ഞാട്ടെ, എനിക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരു പക്ഷേ നമ്മുടെ കൂടെയുള്ളവർ പോലും, നമ്മുടെ സഹോദരങ്ങൾ പോലും നമ്മളെ വെറുത്ത് ഒതുക്കിയെന്ന് വരാം. ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങളിൽ ആർക്കെങ്കിലും പണപരമായി സാമ്പത്തികമായി ഉയർച്ചയുണ്ടായി എന്ന് വരാം. അപ്പൊ കൂടെ നിൽക്കുന്ന സഹോദരങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ആ സാമ്പത്തികമായിട്ട് ഉയർച്ചയുള്ള സഹോദരനോടോ സഹോദരിയോടോ ഒട്ടി നിൽക്കുന്ന പതിവുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ലോകം അങ്ങനെയാ കുഞ്ഞേ. നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് കണക്ക് നോക്കി എന്ത് ചെയ്യും? നമുക്ക് പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, ഞാൻ മറ്റൊരു ചരിത്രത്തിലേക്ക് ഞാൻ പോട്ടെ. അഹസ്വേരോസ് രാജാവിന്റെ ഉമ്മരപ്പടിയിൽ 2 കാവൽക്കാർ ഉണ്ടായിരുന്നു. ഇവർ എന്താ ചെയ്യുന്നറിയാമോ? രാജാവായ അഹസ്വേരോസിനെ വധിക്കുവാൻ ഒരു ഗൂഢാലോചന നടത്തി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രവാസിയായി പാർത്തിരുന്ന മൊർദെഖായി ഈ വിവരം അല്ലെങ്കിൽ ഈ ഗൂഢതന്ത്രത്തെ രാജാവിനെ അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, അങ്ങനെ രാജാവിന്റെ ജീവനെ രക്ഷിക്കുവാൻ ഇടയായി തീർന്നു എന്ന വചനം വ്യക്തമാക്കുന്നു. പ്രിയ ദൈവ പൈതലേ, രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഒരു മനുഷ്യനെ ബഹുമാനിക്കുവാൻ എന്താണ് ചെയ്യുന്നതെന്ന് രാജാവ് ചോദിക്കുന്നു. എന്നാൽ രാജാവിന്റെ അവർ പറയുന്നത്, രാജാവിന്റെ വിശേഷ വസ്ത്രത്തെ എന്ത് ചെയ്യണം? ധരിപ്പിക്കണം. തലയിൽ ഒരു രാജ കിരീടം വെക്കണം. കുതിരപ്പുറത്ത് ഇരുത്തി പട്ടണം മുഴുവനും ചുറ്റിക്കൊണ്ടുവരണം, അഥവാ സവാരി ചെയ്യണം. പ്രിയ ദൈവമക്കളെ, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷനെ എന്ത് വിളിച്ചു പറയണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്. എന്താണ് പറഞ്ഞതറിയാമോ? പ്രിയ ദൈവ പൈതലെ, രാജാവ്, അതായത് ഈ വ്യക്തിയെ, അതായത് ഇങ്ങനെയാണ് പറയുന്നത്, രാജാവ് ഇച്ഛിക്കുന്ന പുരുഷൻ എന്ന് വിളിച്ചു പറയണം. രാജാവ് ഇച്ഛിക്കുന്ന പുരുഷനെന്ന് വിളിച്ചു പറയണമെന്ന് വചനം വ്യക്തമാക്കുന്നു. പ്രിയരെ, മൊർദെഖായിയെ കൊണ്ടുവരുവാനായിട്ട് രാജാവ് കൽപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, മൊർദെഖായിയെ നശിപ്പിക്കുവാൻ ഹാമാൻ ഒരു കഴുമരമൊരുക്കി. എന്നാൽ ദൈവം ഒരു വ്യക്തിയെ മാനിക്കുവാൻ ഇച്ഛിച്ചാൽ, പ്രിയ ദൈവ പൈതലേ, അത് നടക്കുക തന്നെ ചെയ്യാം. ലോകം നിന്നെ നിന്ദിച്ചൊതുക്കുമ്പോൾ ദൈവം നിന്നെ അവിടെ ഉയർത്തി മാനിക്കുക. ഒരിക്കലും ലോകം നിന്നെ വെല്ലുവിളിച്ച് നിന്നെ മുൻപോട്ട് വിടുകയില്ല എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളല്ല, അല്ലത് ശത്രു വെല്ലുവിളിച്ചുയരുകയാണ്. പക്ഷെ അവിടെ നിന്നെ ദൈവം ഉയർത്തി മാനിക്കും. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഇവിടെ
നിന്റെ പ്രതിഫലത്തിന് വിരോധമായി ഒരു ഹാമാൻ എഴുന്നേറ്റാലും, പ്രിയ ദൈവ പൈതലേ, ഉറക്കമുണർന്നാലും കെണിവെച്ചാലും ശത്രു പോരാടിക്കൊണ്ടിരുന്നാലും പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്: നിന്റെ പ്രതിഫലത്തെ തടയുവാൻ ഒരു ഹാമാനും കഴിയുകയില്ല. ആമേൻ പറഞ്ഞാട്ട് ദൈവജനമേ, നിനക്ക് ഭൂമിയിൽ പ്രതിഫലം കിട്ടുവാൻ അധികാരികളുടെ ഉറക്കത്തെ തടയുന്ന, അതായത് ചില അധികാരികൾ അല്ലെങ്കിൽ നമ്മുടെ ദൈവം നിനക്ക് വിരോധമായി ഉറക്കളയ്ക്കുന്നവരെയൊക്കെ, അത് വെറുതെ ഉറക്കളയ്ക്കുന്ന ചിലരിങ്ങനെയാ കങ്കണം കെട്ടി ഇറങ്ങുമെന്ന് പറയും. മറ്റുള്ളവന്റെ നാശത്തെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന പലരും ഉണ്ട്. പക്ഷേ ദൈവം നിന്നെ ഉയർത്തി മാനിക്കാൻ കർത്താവ് കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, കുഞ്ഞേ, നിനക്ക് പ്രതിഫലം തരുവാൻ ദൈവം തീരുമാനിച്ചത്, ഹല്ലേലൂയ, സ്വർഗത്തിലെ അപ്പൻ തന്നെയാ എങ്കിൽ നിശ്ചയമായി നിനക്ക് പ്രതിഫലം കിട്ടിയിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വസിച്ചാട്ടെ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇരിക്കുന്ന ഇടത്ത് ആ ഹല്ലേലൂയ ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, എന്റെ അപ്പൻ അത്ഭുതത്തിന്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. പ്രിയരെ, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലം നിശ്ചയമാണ്. ഹല്ലേലൂയ. ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് എവിടുന്ന് പ്രതിഫലം ലഭിക്കാനാ? അതുകൊണ്ട് ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുവന് പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകാശവും ഭൂമിയും മാറിയാലും, പ്രിയ ദൈവ പൈതലേ, വചനം എന്താ പറയുന്നത്? ആമേൻ. ആകാശം ഭൂമിയും അതായത് മാറിയാലും മാറ്റമില്ലാത്ത വചനം, അത് ലോകത്തെ ജയിക്കുന്ന ജയം, അത് വിശ്വാസമാണ്. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം ശൂന്യതയെ നോക്കി കൽപ്പിക്കുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉൽപ്പത്തിയിൽ ദൈവം കൽപ്പിക്കുകയാണ് ചെയ്തത്. ആമേൻ, ഹല്ലേലൂയ. എന്താണ്? വെളിച്ചം ഉണ്ടാകട്ടെ, ആകാശത്തിൽ പറക്കുന്ന പക്ഷികൾ ഉണ്ടാകട്ടെ. ശൂന്യതയിൽ ദൈവം കൽപ്പിക്കുന്നു, ആകാശത്തിൽ മേഘങ്ങൾ ഉണ്ടാകട്ടെ, നദികൾ ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കര ഉണ്ടാകട്ടെ, വെള്ളത്തിന് അതിരുണ്ടാകട്ടെ. പ്രിയ ദൈവ പൈതലേ, കർത്താവ് ശൂന്യതകളെ നോക്കി കൽപ്പിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ശൂന്യതയെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നിന്റെ ശൂന്യമായ കുടുംബത്തെ നോക്കി ദൈവം കൽപ്പിക്കുക തന്നെ ചെയ്യും. എത്ര പേർക്ക് വചനത്തെ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയും? നിന്റെ സമ്പാദ്യത്തെ നോക്കി ദൈവം കൽപ്പിക്കും. പ്രിയരെ, ശൂന്യമായ തലമുറയെ നോക്കി ദൈവം കൽപ്പിക്കും. ഹല്ലേലൂയ. വിശ്വാസത്തോട് പറഞ്ഞാട്ടെ, എന്റെ ദൈവം ശൂന്യതകളെ നോക്കി കൽപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ദൈവത്തിന്റെ കൽപ്പനയെ വിശ്വസിച്ചാൽ നിനക്ക് പ്രതിഫലം ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് ഹല്ലേലൂയ പ്രതിഫലം ലഭിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രപഞ്ചത്തോട് കൽപ്പിക്കും, മേഘങ്ങളോട് കൽപ്പിക്കും, കാറ്റിനെ നോക്കി പറഞ്ഞ് എന്താണ് പറഞ്ഞത്? കാറ്റേ, നീ അടങ്ങ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ശാന്തമാക. ആമേൻ, ഹല്ലേലൂയ. അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കും, രോഗത്തോട് ദൈവം കൽപ്പിക്കും. പ്രിയരെ, അവയെല്ലാം യേശുവിനെ അനുസരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ദൂതന്മാരോട് കൽപ്പിക്കും. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ പോരാട്ടങ്ങളുടെ നടുവിൽ തളർന്നു പോകാഞ്ഞത്, യുദ്ധങ്ങളിൽ നീ നിലനിന്നതിന്റെ പിൻപിൽ ഒരു മർമ്മമുണ്ട് കുഞ്ഞെ. എന്താണെന്നറിയാമോ? ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചതാ. ഇന്ന് നിങ്ങളും ഞാനും ജീവനോടെ നിൽക്കുന്നുവെങ്കിൽ ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചത് കൊണ്ടാ ഇന്ന് നാം ജീവനോടെ നിൽക്കുന്നത്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സകലരും മാനസാന്തരപ്പെടണമെന്നത് മനുഷ്യനോട് കൽപ്പിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവിക കൽപ്പനയെ നീ ഭയപ്പെട്ടാൽ
ആമേൻ. പ്രതിഫലം നിനക്കുണ്ട്. Praise the Lord. ദൈവത്തിന്റെ കൽപ്പനയെ നീ ഭയപ്പെട്ട് നീ അനുസരിച്ച് നീ മുൻപോട്ട് പോയാൽ നിനക്ക് പ്രതിഫലമുണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, ഒരു വ്യക്തിയിൽ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് അവൻ മാനസാന്തരപ്പെടണമെന്ന് വചനം വ്യക്തമാക്കുന്നു. ദൈവകൽപ്പനയായ മാനസാന്തരം നീ പാലിക്കുമ്പോൾ നിനക്ക് പ്രതിഫലം ലഭിക്കും. ഹല്ലേലൂയ. നിന്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ നിനക്കൊരു പ്രതിഫലമുണ്ട്. ഇന്ന് രാത്രികാലം ദൈവ പൈതല് നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നീ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അനേക കാര്യങ്ങൾ നിന്റെ മുൻപിലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളെ, കുറ്റങ്ങളെ കർത്താവിനോട് ക്ഷമിക്കണമേ എന്ന ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ. എത്ര പേർക്ക് സമർപ്പിക്കുവാനായിട്ട് കഴിയും? ഹല്ലേലൂയ. പ്രിയരേ, ഹല്ലേലൂയ. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രതിഫലമുണ്ടാകും. പാപങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു വന്നാൽ നിനക്ക് പ്രതിഫലം നിശ്ചയമാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവ പൈതലെ, പാപത്തിന്റെ വഴി മതിയാക്കുക. ഇതോടെ നിർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാപത്തിന് ഗുഡ് ബൈ പറയണം ദൈവ പൈതലേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പാപമേ ചെയ്യണ്ട, പാപം വേണ്ട, പാപത്തെ വിട്ട് ഓടിപ്പോകണം. നമുക്കറിയാം ജോസഫ് ഒരു ഒറ്റ ഓട്ടം ഓടിയത്. ആമേൻ. എനിക്ക് പാപം ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ജോസഫ് തന്റെ കയ്യിലുണ്ടായിരുന്ന ആ പോതപ്പ് വലിച്ചെറിഞ്ഞ് ഒരൊറ്റ ഓട്ടം ഓടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവ പൈതലേ, പാപത്തെ നീ വെറുത്ത് പാപത്തെ വിട്ട് ഒഴിഞ്ഞു പോയാൽ നിനക്ക് പ്രതിഫലം നിശ്ചയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവ പൈതലേ, സമാഗമന കൂടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു നിയമം ഉണ്ട്. എന്താണെന്നറിയാമോ? വിശുദ്ധ സ്ഥലത്തും അന്തർമന്ദിരത്തിലേക്കും തിരശ്ശീലയ്ക്കകത്തും അതിവിശുദ്ധ സ്ഥലത്തിനകത്തും കടന്നു വരുവാൻ ഹല്ലേലൂയ പ്രത്യേകം നിയമമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരേ, 7-ാം മാസം 10-ാം തീയതി കടന്നു പോകുന്ന മഹാപുരോഹിതനും അതായത് നിയമമുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. എന്തിനേറെ നിന്റെ സഭയ്ക്കും ഹല്ലേലൂയ ഒരു നിയമമുണ്ട്, ഇല്ലേ? സഭയ്ക്ക് നിയമമില്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ സഭയിലെ നിയമങ്ങൾ പോലും പാലിക്കാത്ത എത്രയോ സഹോദരങ്ങളെ കാണുവാൻ കഴിയും. സഭാ പാസ്റ്റർ എന്ന് പറയും, അത് ശ്രദ്ധിക്കുക, അത് പാലിക്കാൻ കഴിയാത്ത സഭാവിശ്വാസികൾ. എനിക്ക് അനേക ഇടങ്ങളിൽ അവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സഭയ്ക്കും നിയമമുണ്ട്. പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്ന തന്റെ മക്കൾക്ക് പ്രതിഫലമുണ്ട്. പ്രതിഫലം നിശ്ചയമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയരേ, ശിക്ഷാവിധിയുടെ കൽപ്പനയാണ്. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? നാം ചിന്തിക്കാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവീൻ, ഇത് ശിക്ഷാവിധിയുടെ കൽപ്പനയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഇസ്രായേലിന്റെ ന്യായപ്രമാണത്തിൽ ദൈവം ശിക്ഷാവിധി കൽപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. എന്താണ്? അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നതൊരു നിയമമായിരുന്നു. അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം, അവനെ പാളയത്തിന് പുറത്താക്കി കളയണം. ദൈവ പൈതലെ, സകല മനുഷ്യരോടും ഉള്ള കൽപ്പനയെ നീ ഭയപ്പെടുന്നില്ല എങ്കിൽ നിനക്കൊരു മഹാഭയമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന്റെ മുൻപിലാണ്. അത് സഭയ്ക്കും, അതായത് പ്രിയ ദൈവ പൈതലെ, സംഭവിക്കാതിരിപ്പാൻ മാനസാന്തരപ്പെടാൻ പോതും. മതി മതി. ഇത്രയും നാൾ ജീവിച്ചില്ലേ? ഇനി കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാം. വചനം എന്തനുശാസിക്കുന്നു അത് പാലിച്ച് നമുക്ക് മുൻപോട്ട് പോകാമെന്നേ. ഇല്ല എങ്കിൽ പ്രതിഫലം നമുക്ക് നഷ്ടമായി പോകും. എന്റെ ഫേസ്ബുക്കുകാരൻ, എന്റെ പേജിന്റെ റോസ് ഫാമിലി FB പേജിന്റെ ഫേസ്ബുക്കുകാരൻ കാലത്തും വൈകിട്ടും എന്നോട് പറയുന്നുണ്ട്, നിങ്ങളുടെ സ്റ്റാർ നിങ്ങൾക്ക് നഷ്ടപ്പെടും, നിങ്ങൾക്ക് അത് നഷ്ടപ്പെടും.
നിങ്ങൾക്ക് ഇത് നഷ്ടപ്പെടും ഒന്നും എനിക്ക് മെസ്സേജാണ്. എന്തിനാണെന്നറിയാമോ ദൈവമക്കളെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുണ്ട്. അത് മന്ത്ലി എന്നോട് കാശ് ചോദിക്കുക. ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ അതങ്ങ് കാണാപ്പെടുന്നു, ഇങ്ങനെ കണ്ടും കാണാതെ ഇങ്ങനെ അങ്ങ് പോവുക. പ്രൈസല്ലോ. എന്നിട്ട് പിന്നെ പറയും, അവസാനം പറഞ്ഞു നിങ്ങളുടെ പേജെടുത്ത് ഞാൻ കളയുമെന്ന് പറഞ്ഞു. പ്രൈസല്ലോ. ഞാനിങ്ങനെ ചിന്തിച്ച ദൈവഹിതമാണെങ്കിൽ തരട്ടെ, ഇല്ലെങ്കിൽ ഞാൻ വേറൊരു പേജൊക്കെ പുതുതായിട്ട് അങ്ങ് ക്രിയേറ്റ് ചെയ്യാത്രേ ഉള്ളൂ എന്ന് ഞാനിങ്ങനെ വിചാരിച്ച് ഞാനിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഫേസ്ബുക്കുകാരന് ഒരു നിയമമുണ്ട്. ആ നിയമം ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അത് നമ്മൾ പാലിക്കാതെ പോയാൽ അവിടെയും നമ്മളെ എടുത്ത് കളയും. ഇതൊക്കെയാണ് ലോകം. ഇന്നത്തെ നിയമങ്ങളും വ്യവസ്ഥകളും ഇങ്ങനെയൊക്കെയാണ്. പ്രിയ ദൈവ പൈതലേ, ആകയാൽ പ്രൈസലോ ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ ദൈവ പൈതലേ, ആകയാൽ കൽപ്പനയെ ഭയപ്പെടുന്നവർക്കും എന്തുണ്ട്? പ്രതിഫലമുണ്ട്. പ്രൈസലോ കൽപ്പനകളെ നിമിത്തം കടന്നു പോകുന്ന പ്രതികൂലത്തിന്റെ പാതകളെ നോക്കി പറഞ്ഞാട്ടെ, എന്റെ പ്രിയരെ, ഈ കൽപ്പനകൾ നിന്നെ തകർക്കാനല്ല, നിന്നെ നശിപ്പിക്കാനല്ല. പ്രൈസലോ ഈ കൽപ്പനകൾ എനിക്കൊരു പ്രതിഫലം തരാൻ വേണ്ടിയാ. ഇന്നലെ ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണ പേജിൽ സംസാരിക്കുമ്പോൾ പ്രൈസലോ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. കഷ്ടത എന്ന് പറയുന്നത് നമ്മളെ നശിപ്പിക്കുവാനുള്ളതല്ല, ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനാണ്. എന്നാൽ ഇന്ന് വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, കുഞ്ഞേ, കൽപ്പനകൾ എന്താണ്? എനിക്ക് പ്രതിഫലം തരാൻ വേണ്ടി. അത് നമ്മൾ പാലിച്ച് ഫോളോ ചെയ്ത് പോകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനത്തിൽ മുൻപിൽ കാണിരിക്കുന്ന ദൈവ പൈതലെ ഒരു നല്ല തീരുമാനമെടുത്താട്ടെ. എന്റെ ദൈവത്തിന്റെ വചനം പറയുന്ന കൽപ്പനകളെ ഞാൻ അനുസരിക്കും. നേരായി. അതുമാത്രം ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ എൻ്റെ റോസ് ഫാമിലിയുടെ പ്രയർ ഗ്രൂപ്പിൽ വാട്സപ്പ് കൂട്ടായ്മയിൽ ബൈബിൾ റീഡിങ് വെച്ചിട്ടുണ്ട് ഞാൻ. എൻ്റെ അഡ്മിന്മാർ പോലും എത്ര പേര് വായിക്കുന്നത് എനിക്കറിയത്തില്ല. സത്യമാണ്. കാരണം ഇത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദൈവത്തിൻ്റെ കൽപ്പനയാണ് വചനം വായിക്കേണ്ടത്. വചനം ധ്യാനിക്കണം. അല്ല, ചുമ്മാ നമ്മളിങ്ങനെ നടന്നിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും വചനം വായിക്കണം, വചനം ധ്യാനിക്കണം. വചനം വായിക്കാത്തവർക്ക് ഹല്ലേലൂയ ദൈവ പൈതലെ ദൈവമായിട്ട് എന്ത് ബന്ധമാവുള്ളത്? പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവത്തിന്റെ വചനം വായിക്കും തോറും നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ സ്വർണത്തെ ഉരുക്കുന്നത് പോലെ, അഗ്നി ഇട്ട് അത് ഉരുക്കുന്ന പോലെ നമ്മളിങ്ങനെ ഓരോ ദിവസവും ശോധന കഴിച്ചുകൊണ്ടേ വരും. നമ്മൾ വചനം വായിക്കും തോറും ദൈവം നമ്മളെ ഹല്ലേലൂയ പരിശുദ്ധപ്പെടുത്തും. ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തോട് ദൈവം ഇടപെടും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്, എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഹല്ലേലൂയ. ദൈവജനമേ, വചനം വായിക്കണം. വചനം ദിനംതോറും നമ്മൾ വായിക്കണം. എന്താ വചനം? വചനം ദൈവമല്ലേ? ദൈവത്തിന്റെ വചനം ജീവനുള്ള വാർത്തകൾ, അല്ലെങ്കിൽ അതിൽ ദൈവമല്ലേ, വചനമല്ലേ ദൈവം? ആ ദൈവമായിട്ട് നമുക്കൊരു ബന്ധം വേണ്ടേ? പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ള ദൈവങ്ങളെ, സമയം നമ്മുടെ മുൻപിൽ ഇല്ല, വളരെയേറെ കടന്നു പോയിരിക്കുന്നു. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ കടന്നു വരട്ടെ. നമുക്കറിയാം, യാക്കോബ് പറഞ്ഞു, എന്റെ പ്രതിഫലം നോക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കൽപ്പനയെ ഭയപ്പെട്ടാൽ ഈ ദിവസത്തിൽ എനിക്കൊരു പ്രതിഫലമുണ്ട്. സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു, യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകി. യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകി. പ്രിയ ദൈവ പൈതലേ, നമുക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അല്ല, നമ്മളിങ്ങനെ ദിവസം ഇങ്ങനെ വായിച്ചിങ്ങനെ വെള്ളത്തിലാമ്പല് പോലെ ഇങ്ങനെ മുങ്ങി പോകാനല്ല. നമ്മുടെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് ദൈവ പൈതലേ, കർത്താവ് കണക്ക് നോക്കുന്ന ഒരു ദിവസമുണ്ട്, നിശ്ചയമാണ്. പ്രൈസ് ദി ലോർഡ്. അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുവാൻ എന്റെ കർത്താവ് വരാൻ പോകുക. ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ ദൈവജനമേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പ്രതിഫലം വാങ്ങുവാൻ നീതിയുള്ളവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് ജീവിച്ചു പോയാൽ കുഞ്ഞെ, ദൈവം വെച്ചിരിക്കുന്ന പ്രതിഫലം നിനക്ക് കിട്ടുകയില്ല. ആകയാൽ നാം എങ്ങനെ ജീവിക്കണം? നീതിയുള്ളവരായി ജീവിക്കണം, നീതിയുള്ളവരായി കാണപ്പെടണം. ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അബ്രഹാം വിശ്വസിച്ചു, അവന്
നീതിയായി കണക്കിട്ടു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം വിശ്വസിച്ചു, അവന് നീതിയായി കണക്കിട്ടു. പ്രിയ ദൈവ പൈതലേ, കാൽവരിയുടെ ഗിരിമുകളിലേക്ക് കുരിശുമായി കയറിപ്പോകുന്ന യേശുവിനെ നോക്കി പത്രോസ് പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്ന് ക്രൂശിന്മേൽ കയറി. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്ന് ക്രൂശിന്മേൽ കയറി. യേശു കാൽവരിയിലേക്ക് ചുമന്ന് കൊണ്ടുപോയ മരക്കുരിശ് എന്റെ പാപങ്ങളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെയും എന്റെയും പാപങ്ങളായിരുന്നു. യേശുവിന്റെ കൈകാലുകൾ ആ മരക്കുരിശിനോട് ചേർത്തടിച്ച കാരിരുമ്പാണികൾ എന്റെ അകൃത്യങ്ങളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ തലയിൽ വെച്ച മുൾക്കിരീടങ്ങൾ എന്റെ ദോഷങ്ങളായിരുന്നു. പ്രിയ ദൈവ പൈതലേ, എത്ര പേർക്ക് ഏറ്റെടുക്കുവാൻ കഴിയും? ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കഴിയും? വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലം നിശ്ചയമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ദൈവ പൈതലേ, വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്, നിശ്ചയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരേ, മരിച്ചവരിൽ നിന്നും മൂന്നാം നാൾ, ഹല്ലേലൂയ, അതിരാവിലെ യേശു ഉയർത്തെഴുന്നേറ്റു. എന്റെ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചാൽ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നീ നീതിമാനായി തീരും. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ വിശ്വസിക്കുന്ന നിനക്ക് നീ നീതിമാനായി നീ മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം, നമ്മുടെ ദൈവം ശക്തനാണ്. നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. 10,000ങ്ങളിൽ ശ്രേഷ്ഠനാണ് ദൈവ പൈതലേ. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുകയാണ്. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, വാഗ്ദത്തം നിവർത്തിപ്പാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. മഹാപർവ്വതങ്ങളെ നോക്കി പറഞ്ഞാട്ടെ, എന്റെ ദൈവം ശക്തനാണ്. ശൂന്യമായ മരുഭൂമിയെ നോക്കി ഉറക്കെ പറഞ്ഞാട്ടെ, എന്റെ ദൈവം ശക്തനാണ്. ബലഹീനമായ ശരീരത്തെ നോക്കി പറഞ്ഞാട്ടെ, എന്റെ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമ ലേഖനത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവിടെ ദൈവം ശക്തനെന്ന് വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം ശക്തനെന്ന് വിശ്വസിച്ചാൽ നിനക്ക് നീതീകരണവും പ്രതിഫലവും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ദൈവം ശക്തനെന്ന് വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? നീതീകരണവും പ്രതിഫലവും കൂടെ ഉണ്ടാകുമെന്ന് വചനം വ്യക്തമാക്കുന്നു. ആകയാൽ പ്രിയ ദൈവ പൈതലേ, നീതിമാന് ജീവവൃക്ഷം പ്രതിഫലമാണ്. നീതിമാന് ജീവവൃക്ഷം പ്രതിഫലമാണ്. വചനം ഏറ്റെടുത്ത ദൈവ പൈതലേ, ഒന്നുറക്ക പറഞ്ഞാട്ടെ, സ്വർഗത്തിൽ എനിക്ക് പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ എനിക്ക് പ്രതിഫലമുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഓ, എന്റെ കർത്താവ് ഒരു പ്രതിഫലം തരാൻ പോവുകയാ. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രതിഫലത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിശ്ചയമാണ് അത്. ആ ദിവസത്തിൽ കർത്താവ് എനിക്ക് തരും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി പ്രതിഫലം തരാൻ പോകുകയാ. സ്നേഹിത, നീതി നിവർത്തിപ്പാൻ തക്കവണ്ണം നാം എന്ത് ചെയ്യണം? സ്നാനമേൽക്കണം. നമ്മുടെ പാപങ്ങളെ വെള്ളത്തിൽ കഴുകപ്പെടണം. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ലോകത്തിന്റെ പാപം ചുമക്കുവാൻ വേണ്ടിയാണ് ഇറങ്ങി വന്നത്. അല്ലാതെ നമ്മുടെ കർത്താവ് പാപം ചെയ്തിട്ട് വന്ന് സ്നാനപ്പെടുക അല്ല ചെയ്തത്. അത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഈ ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് ആ പാപത്തെ കഴുകിക്കളയുവാൻ, ഹല്ലേലൂയ, കർത്താവ് സ്നാനമേറ്റു. ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. ഇതോ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രൈസ് ദി ലോർഡ്. ഒരു പാപിയെ പോലെ നിന്ന യോഹന്നാന്റെ അരികിൽ പറയുകയാണ്. എന്താ പറഞ്ഞത്? നീതി പ്രാപിപ്പാൻ തക്കവണ്ണം സ്നാനമേൽക്കണം. നീതി പ്രാപിപ്പാൻ തക്കവണ്ണം സ്നാനമേൽക്കണം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവ പൈതലേ, നീതി പ്രാപിക്കുവാൻ നാം എന്ത് ചെയ്യണം?
സ്നാനമേൽക്കണം. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട് എന്ന ഇവിടെ വചനം വ്യക്തമാക്കുന്നു. ആകയാൽ പ്രിയരെ, ഹല്ലേലൂയ, യോർദാൻ നദിയുടെ തീരത്ത് ഒരു പാപിയെ പോലെ അമേൻ സ്നാനമേൽക്കുവാൻ നമ്മുടെ കർത്താവ് ഇറങ്ങി വന്നു. പ്രിയ ദൈവജനമേ, ദൈവ പൈതലേ, ദൈവിക കൽപ്പനകൾ പാലിച്ചാൽ നമുക്ക് പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. ദൈവിക കൽപ്പനകൾ പാലിച്ചാൽ നമുക്ക് പ്രൈസ് ദി ലോർഡ്, നമുക്ക് എന്തുണ്ട്? നമുക്ക് പ്രതിഫലമുണ്ട്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രതിഫലം തരാൻ വേണ്ടി വരാൻ പോകുകയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം പ്രതിഫലം ആവശ്യമാണ്? പ്രതിഫലം വേണമെന്നുള്ളവർ നിശ്ചയമായി ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവേ, അങ്ങൊരുക്കുന്ന ആ പ്രതിഫലം ഞങ്ങൾക്ക് വേണമപ്പ, എനിക്ക് വേണം കർത്താവ് എന്ന് എത്ര പേർക്ക് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാനായിട്ട് കഴിയും? പ്രിയ ദൈവ പൈതലേ, ഇത് അന്ത്യകാലമാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. നമ്മുടെ സ്വർഗീയ പിതാവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രതിഫലം തരുവാനായിട്ട് വരാൻ പോകുകയാണ്. പ്രത്യാശയുള്ള ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയരെ, പാപത്തെ ഏറ്റുപറഞ്ഞ് നീതിയുള്ളവരായി, അവൻ പാപത്തെ ഏറ്റുപറഞ്ഞ് നീതിയുള്ളവരായി പ്രൈസ് ദി ലോർഡ് നാം ജീവിക്കുമ്പോൾ നമുക്ക് പ്രതിഫലം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ഒരുക്കുന്ന ആ നീതിയുടെ കിരീടം പ്രൈസ് ദി ലോർഡ് പ്രാപിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുങ്ങി കാത്തിരിക്കാമെന്നുള്ള ആ പ്രത്യാശ ഉറപ്പും നമുക്കുണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പഴയ പാട്ടിന്റെ ഒരു ലൈൻ മാത്രം പാടി നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ഒരു നിത്യത നമുക്ക് വേണ്ടി ഒരു രാജ്യത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവ പൈതലെ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, കണ്ണീരില്ലാത്ത, കഷ്ടങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, മുറവിളിയില്ലാത്ത, ശവക്കോട്ടയോ ഒന്നുമില്ലാത്ത, മരണമില്ലാത്ത ഒരു രാജ്യത്തെ എന്റെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കുഞ്ഞേ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. നമുക്കൊരു പഴയ ഗാനത്തിന്റെ ചില അടികൾ പാടി നമുക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. രാപ്പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടുമവിടെ. രാപ്പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടുമവിടെ. ജീവജല നദി ഉണ്ടാവിടെ, ജീവമരങ്ങളും ആയി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, മൽപ്രേമ കാന്തനെ കാണാം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, മൽപ്രേമ കാന്തനെ കാണാം. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരും ഇരിക്കുന്ന ഇടത്ത് ഒന്ന് കണ്ണുകൾ അടച്ചോട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ, ഇന്ന് രാത്രികാലം ഞങ്ങൾ കേട്ട ഈ വചനത്തിന് മുൻപിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുകയാണ്. കർത്താവേ, എന്റെ അപ്പൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രതിഫലം തരാൻ പോകുന്നു. ആ പ്രതിഫലത്തെ വാങ്ങുവാൻ വേണ്ടി ഞങ്ങളെ നീതിയുള്ളവരാക്കി തീർക്കണമേ, ഞങ്ങളെ പരിശുദ്ധരാക്കി തീർക്കണമേ. കർത്താവേ, അപ്പാ, പാപത്തെ വിട്ട് ഒഴിഞ്ഞ് പോകുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണം. ഞാൻ കേട്ടതാ ഈ വചനത്തിന് മുൻപിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ആരാരെല്ലാം ഈ വചനത്തിന് മുൻപിൽ താഴ്ത്തി സമർപ്പിക്കുന്നു അവർ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കണം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ, അത്ഭുതത്തെ കാണുവാൻ കർത്താവ് സഹായിക്കണം. സ്വർഗം അനുഗ്രഹിച്ച് മാനിച്ചാട്ട്
കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിയണം. ഞങ്ങളുടെ റോസ് ഫാമിലി FB പേജിനെ അപ്പച്ചൻ അനുഗ്രഹിക്കണം. പലവിധമാകുന്ന പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്തുണ്ട് കർത്താവേ. ഈ പേജിനെ മുൻപോട്ട് വിടുവാൻ കഴിയുകയില്ല എന്ന് ശത്രുവായി ഇവൻ വെല്ലുവിളിക്കുകയാണ് അപ്പച്ച. എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്യുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. ഇതിലൊരു കൂട്ടം ദൈവ മക്കളുണ്ടപ്പ, പ്രാർത്ഥിക്കുന്ന ദൈവജനമുണ്ട്. ഒരിക്കലും ഈ പേജിന് ഒരു കുഴപ്പം വരുവാൻ എന്റെ ദൈവം അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ അഡ്മിന്മാരെ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് റോസ് ഫാമിലി FB പേജിലുള്ള ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാർ അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ കർത്താവേ അപ്പ, ഞങ്ങളുടെ സഹോദരങ്ങളിൽ നിരാശരായി, ദുഃഖിതരായി, വേദനയോടുകൂടെ ഭാരപ്പെടുന്നവരുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മനസ്സിന് ആശ്വാസവും സമാധാനവും ദൈവം കൽപ്പിച്ചാട്ടെ. ഞങ്ങളുടെ റോസ് ഫാമിലിയുടെ പ്രയർ ഗ്രൂപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിലായിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലായിരിക്കുന്ന ദൈവജനത്തിനായി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മ, 2 കൂട്ടായ്മയിലുള്ള ദൈവമക്കൾക്കായി ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ, 2 ചാനലും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ, അതിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദിനംതോറും ലൈവുകൾ കൊടുക്കുന്ന ദൈവദാസന്മാരെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുവാനായി കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പുതുതായി കടന്നു വന്നവർക്കായി സ്തോത്രം. അനുഗ്രഹിച്ചു മാനിക്കണം. വലിയൊരു ദൈവപ്രവൃത്തി കർത്താവ് അയച്ചാട്ടെ. അങ്ങനെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവിന്റെ വരവിനായി കർത്താവെ കാത്തിരിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചു മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ അപ്പച്ച പൊതിഞ്ഞാട്ടെ, രക്തത്താൽ കഴുകി മുദ്രയിട്ടാട്ടെ. സകല നന്മകളാൽ നിറയ്ക്കണം. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം ആരും ലൈനിൽ നിന്ന് പോകരുത്. ചില കാര്യങ്ങൾ 1-2 നിമിഷങ്ങളിലൂടെ നിങ്ങളെ ഞങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ ആരും ഓൺലൈനിൽ പോകരുത് എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പ്രിയരെ, റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന് ഈ FB പേജിന് 2 വാട്സപ്പ് കൂട്ടായ്മ ഞങ്ങൾക്കുണ്ട്. അത് ദിനംതോറും പ്രാർത്ഥിക്കുന്ന അഡ്മിന്മാർ ഞങ്ങൾക്കുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. 24 അവേഴ്സും പ്രാർത്ഥനാ വിഷയങ്ങൾ ഇന്ത്യക്ക് പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ വരുന്ന പ്രാർത്ഥന ഗ്രൂപ്പാണ്. ഈ ലൈനിലുള്ള ആർക്കെങ്കിലും പ്രാർത്ഥന വിഷയം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇവിടെ സ്ക്രീനിൽ വരുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന ഗ്രൂപ്പുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് പോകാവുന്നതാണ് എന്നത് ഞങ്ങൾ അറിയിക്കുന്നു. ദൈവമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ റോസ് ഫാമിലിയുടെ FB പേജിന് FBയിൽ തന്നെ പ്രാർത്ഥന ഗ്രൂപ്പുണ്ട്, പ്രയർ ഗ്രൂപ്പുണ്ട്. ഇതിലൊക്കെയും അനേക ദൈവമക്കൾ ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റോസ് ഫാമിലിക്ക് 2 യൂട്യൂബ് ചാനൽ സജീവമാണ്. എല്ലാ ദിവസവും ഷോർട്ട് മെസ്സേജസ്, ആശ്വാസപ്രദമായ ഷോർട്ട് മെസ്സേജസ് തമിഴിലും മലയാളത്തിലും നിങ്ങൾക്ക് ലഭ്യമാണ് എന്നത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ദൈവമക്കളെ, റോസ് ഫാമിലിയുടെ പ്രയർ ഗ്രൂപ്പിന്റെ മെസ്സഞ്ചറിൽ ഞങ്ങൾക്ക് 4-5 ഗ്രൂപ്പുകൾ ഉണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് ആഡ് ആകാവുന്നതാണ്. പ്രാർത്ഥന ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് പോകുവാൻ താല്പര്യമുള്ളവർ ദയവായി ഇവിടെ സ്ക്രീനിൽ വരുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. നിങ്ങളുടെ വിഷയങ്ങൾ ഏത് വിഷയമായിരുന്നാലും പ്രാർത്ഥനാ വിഷയങ്ങൾ നൽകിയാൽ അത് ദൈവജനം അത് ഏറ്റെടുത്ത ഭാരത്തോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ദൈവമക്കൾ അതിന് ഒരുക്കമുള്ളവരുണ്ട് എന്നതും ഞങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന പടയാളികളായി ഞങ്ങളുടെ അഡ്മിന്മാർ പറയാതിരിക്കാൻ കഴിയില്ല. അഡ്മിന്മാർ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട അഡ്മിന്മാരെയാണ് ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏത് നിമിഷവും പ്രാർത്ഥനാ വിഷയമുള്ളവർ ഞങ്ങളെ അറിയിക്കുക. ശുശ്രൂഷകളുമായിട്ട് ബന്ധപ്പെട്ട് പോകുക. അതുപോലെ തന്നെ ദൈവമക്കളെ, റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ പേജിൽ അല്ലെങ്കിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എല്ലായിടത്തിലും ലൈവുകളുണ്ട്. നിങ്ങൾക്ക് ഒന്നുകിൽ 5 മണിക്ക് ലൈവ് ഉണ്ടായിരിക്കും, അതല്ലാത്ത പക്ഷം നൈറ്റ് 9 മണിക്ക് ലൈവ് ഉണ്ടായിരിക്കും. ഈ സമയങ്ങൾ ലൈവിന് വേണ്ടി ഞങ്ങൾ നിശ്ചയിക്കപ്പെട്ട സമയങ്ങളാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ശുശ്രൂഷയിൽ വചന ശുശ്രൂഷ നിങ്ങൾക്ക് ആവശ്യമാണ്,
കേൾക്കുവാൻ താല്പര്യമെങ്കിൽ ശുശ്രൂഷകളുടെ സമയത്ത് നിങ്ങൾ കടന്നു വരിക. സ്വർഗ്ഗം നമ്മളെയും അവരെ സഹായിച്ചു മാനിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കർത്താവിന്റെ വരവ് താമസിച്ചാൽ വീണ്ടും അടുത്ത ആഴ്ചയിൽ ഞാൻ ഒരു ലൈവ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരുപാട് നാൾ റോസ് ഫാമിലിയിൽ ലൈവ് ചെയ്യാതെ ഞാൻ ഇങ്ങനെ, എനിക്ക് തോന്നുന്നു കിട്ടത്തട്ടെ ഏകദേശം ഒരു 8 മാസത്തിന് മേലെയെങ്കിലും ആയി കാണുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ലൈവ് ചെയ്തിട്ട് തന്നെ. എങ്കിലും ഇന്ന് ഇത്രത്തോളം ദൈവമക്കളെ കാണുവാനും നിങ്ങളുടെയൊക്കെ ആ പ്രസൻസ് എനിക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നു. ദൈവമായ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. കുടുംബമായി വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് ഞങ്ങൾ എല്ലാ സമയവും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ ഒരു ഗ്രൂപ്പ് തന്നെയാണിത്. ആകയാൽ ഞങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾക്കും ഞങ്ങളോട് പങ്കാളികളാകുവാൻ, ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചും കൊണ്ട് എൻ്റെ വാക്കുകളെ ഞാനിവിടെ സംഹരിക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.